ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മൾ ഈ ചാനൽ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മടി കൊണ്ടാണ്. ഈ ഒരു മടി കാരണം വീഡിയോ ഷൂട്ട് ചെയ്യുക, അത് ലാപ്ടോപ്പിലിട്ട് വീണ്ടും എഡിറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് മടി വരും. അപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്നുണ്ട് എൻ്റെ വർക്കിന് ശേഷം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ വീണ്ടും ഈ ജേണി പുനരാരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലിവർപൂളിൻ്റെ ഈജിപ്ത്യൻ താരം മോസലയെ കുറിച്ചാണ്. ഈ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഈ സീസണിലെ പെർഫോമൻസ് തന്നെയാണ്. പ്രീമിയർ ലീഗിൽ തന്നെ ടോപ്പ് സ്കോററും ടോപ്പ് അസിസ്റ്ററും ഒക്കെ തന്നെയാണ്. അതുപോലെ ചാമ്പ്യൻസ് ലീഗിലും ഒക്കെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് സെല കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുതന്നെയാലും എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. സെലയുടെ കരിയർ കുറച്ച് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് തിരഞ്ഞെടുത്തത്. നമ്മൾ മോസലയുടെ കരിയർ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. കാരണം മറ്റുള്ള സൂപ്പർ സ്റ്റാറുകൾക്ക് കിട്ടിയ പോലെയുള്ളൊരു ക്വിക്ക് സ്റ്റാർട്ടൊന്നും സലയ്ക്ക് ലഭിച്ചിരുന്നില്ല. പുള്ളിക്കാരൻ കരിയർ ആരംഭിച്ചത് അൽ മക്കബിലൂൺ അറബ് എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ ക്ലബ്ബിൽ നിന്നാണ്. അവിടുന്ന് ശ്രദ്ധിക്കപ്പെട്ട് പിന്നീട് സ്വിസ് ലീഗായിട്ടുള്ള ബേസിലെത്തി. അവിടെ നിന്നാണ് ശരിക്കും നമ്മളെ ടോപ്പ് 5 യൂറോപ്യൻ ലീഗിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അവിടുന്ന് ചെൽസിയിലേക്ക് എത്തി 2014 എനിക്ക് തോന്നുന്നത്. അവിടുന്ന് എത്തിയതിനു ശേഷം പിന്നെ ചെൽസിയിൽ ജോസെ മൊറീനിയോയുടെ കീഴിൽ വലിയ ചാൻസ് ഒന്നും പുള്ളിക്ക് ലഭിച്ചിരുന്നില്ല. കൂടുതൽ സമയം ബെഞ്ചിലായിരുന്നു. അത്ര അവസരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. പിന്നീട് സെല അവിടുന്ന് ഇറ്റാലിയൻ ക്ലബിലേക്കൊക്കെ ലോണിന് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. സിറിയയിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയർ സ്പെൻഡ് ചെയ്തത്. അവിടുന്ന് സെല ഇത്രയും അറിയപ്പെടുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം കൂടുതലും റോമ, ഫിയോറന്റീന ടീമുകൾക്കിപ്പോൾ ഒരു ആവറേജ് പെർഫോമൻസ് ഒക്കെ പുള്ളിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നുള്ളൂ. പിന്നീടാണ് പുള്ളിക്കാരൻ യൂർഗൻ ക്ലോപ്പിൻ്റെ ലിവർപൂളിലേക്ക് 2017-18 സമ്മർ വിൻഡോയിൽ എത്തുന്നത്. അന്നും ആ ഒരു ട്രാൻസ്ഫർ വലിയൊരു പേര് കേട്ട ട്രാൻസ്ഫർ ഒന്നും ആയിരുന്നില്ല. പ്രത്യേകിച്ച് ലിവർപൂൾ എന്ന് പറയുന്നത് യൂർഗൻ ക്ലോപ്പിൻ്റെ കീഴിൽ റീബിൽഡിംഗ് ഫേസിലൂടെ കടന്നു പോകുന്നൊരു ടീമായിരുന്നു. അപ്പോൾ അവിടെയാണ് സെല തൻ്റെ 26ാമത്തെ വയസ്സിൽ വീണ്ടും പ്രീമിയർ ലീഗിലേക്ക് എത്തുന്നത്. പക്ഷേ പിന്നീട് വീണ്ടും ഇത്രയും ലേറ്റായി 26 വയസ്സൊക്കെ ആയിട്ടും അദ്ദേഹം ലിവർപൂൾ പോലത്തെ കരിയറിൽ വീണ്ടും ഒരു ചാൻസ് കിട്ടി പ്രീമിയർ ലീഗിൽ. പക്ഷേ അതിനുശേഷം അദ്ദേഹം നേടിയെടുത്ത നേട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധേയമാണ്. കാരണം പിന്നീട് ഇത്രയും 26 വയസ്സിലൊക്കെ വീണ്ടും ഒരു ക്ലബിലേക്ക് വന്ന് സെറ്റിലായി ഇത്രയും റെക്കോർഡുകളൊക്കെ നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു അപൂർവ നേട്ടമാണ്. മറ്റ് താരങ്ങളുടെ കരിയറൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ യങ് ഏജിൽ തന്നെ നല്ലൊരു ക്ലബ്ബിൽ പെട്ടെന്ന് തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് പിന്നീട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആണ് ഇത്രയും റെക്കോർഡുകളൊക്കെ എത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സെലയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. സെല വളരെ ലേറ്റായിട്ട് പിന്നീട് വീണ്ടും പ്രീമിയർ ലീഗിലെത്തി. പിന്നീടാണ് ലിവർപൂൾ പോലെയുള്ള ഒരു ടീമിൽ ഇത്രയധികം റെക്കോർഡുകൾ സ്വന്തമാക്കുന്നത്. ലിവർപൂളിൻ്റെ ഇപ്പോൾ ഒന്നിച്ച് തന്നെ ഇപ്പോൾ പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും FA കപ്പും പോസിബിളായിട്ടുള്ള എല്ലാ കിരീടവും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രീമിയർ ലീഗിൽ തന്നെ ഇപ്പോൾ 3 ഗോൾഡൻ ബൂട്ടുകൾ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ശ്രദ്ധേയമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 8 സീസണുകൾ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യണം. അത് വേറൊരു കാര്യമാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതിൽ കൂടെ അദ്ദേഹം നേടിയെടുത്ത നേട്ടം എന്താണെന്ന് വെച്ചാൽ പ്രീമിയർ ലീഗിൽ തന്നെ ടോപ്പ് 10 സ്കോറേഴ്സിൽ അദ്ദേഹത്തിന് ഇടം പിടിക്കാൻ സാധിച്ചു. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിലാണ് മറ്റും ലംബാർഡ്, തിയറി ഹെൻറിനെ മറികടന്നാണ് സെല ടോപ്പ് 5 എത്തിയത്. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അത്രയും വളരെ നമ്മൾ പ്രശംസിക്കേണ്ട ഒരു നേട്ടം തന്നെയാണ്. ഇപ്പോൾ തന്നെ സെല ലിവർപൂളിന് വേണ്ടിയിട്ട് 237 ഗോളുകൾ നേടിയിട്ടുണ്ട്. 350 മത്സരങ്ങളിൽ നിന്നെങ്ങാനും 237 ഗോളുകൾ പുള്ളിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 105 അസിസ്റ്റോ മറ്റോ കരിയറിലൂടെ ലിവർപൂളിന് വേണ്ടി നേടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലിവർപൂളിൻ്റെ ഓൾ ടൈം ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ ഇപ്പോൾ സെല 4ാമത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജെറാഡ്, റോബി ഫോളർ, അതുപോലെ ഒരുപാട് സ്കോറേഴ്സിനെ മറികടന്ന് അവിടെയും സെല സ്ഥാനം ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ ടോപ്പ് അസിസ്റ്റേഴ്സ് ലിസ്റ്റിലും സെല ഉണ്ട്. എന്നിങ്ങനെ ഇനിയിപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിൽ നോക്കുകയാണെങ്കിൽ, ചാമ്പ്യൻസ് ലീഗിൽ നോക്കുകയാണെങ്കിൽ അവിടെയും സെല ടോപ്പ് സ്കോറാണ് ലിവർപൂളിൻ്റെ. 50 ഗോളോ മറ്റോ ഓൾ ടൈം നേടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ സെല സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴും നമ്മളിപ്പോൾ ബാലൻഡിയോറിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. ബാലൻഡിയോറിലെ ഇപ്പോൾ പവർ റാങ്കിങ്സ് ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സെല തന്നെയാണ് മുന്നിലുള്ളത്.
കാരണം സലയുടെ പെർഫോമൻസിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ മറ്റുള്ള പ്ലേയേഴ്സ് ഇപ്പോൾ ഇല്ലയെന്ന് തന്നെ പറയാം. സോ ഫാർ സല ഈസ് പെർഫോമിങ് ബെറ്റർ ദെൻ അതേഴ്സ്. അപ്പോൾ ബാലൻഡിയോർ ലിസ്റ്റിൽ മുന്നിലാണ്. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദ സീസണ് നമ്മൾ വോട്ടിംഗ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാലൻഡിയോർ ആർക്ക് കിട്ടുക എന്നുള്ളത് തീരുമാനിക്കുന്നത്. പക്ഷേ സല ബാലൻഡിയോർ നേടിക്കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ചരിത്ര നേട്ടമായിരിക്കും. കാരണം 1996 മറ്റാണ് അവസാനമായിട്ടൊരു ആഫ്രിക്കൻ താരം ബാലൻഡിയോർ നേടുന്നത്. അത് അന്ന് ലിബിയയുടെ AC മിലാൻ്റെ ലെജൻഡറി പ്ലെയർ ആയിരുന്ന ജോർജ് വിയാണ് ബാലൻഡിയോർ സ്വന്തമാക്കിയത്. പക്ഷെ അതിനുശേഷം ഇതുവരെ നോക്കുകയാണെങ്കിൽ മറ്റ് പ്ലെയേഴ്സിനൊന്നും ബാലൻഡിയോർ ആഫ്രിക്കൻ മേഖലയിൽ നിന്ന് നേടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സല ഇത് നേടുകയാണെങ്കിൽ അതൊരു ചരിത്ര നേട്ടമാവും. അതുമാത്രമല്ല, അറബ് ലോകത്ത് നിന്ന് ആദ്യമായിട്ടുള്ളൊരു ബാലൻഡിയോർ ജേതാവ് എന്നുള്ള ബഹുമതിയും സലയെ തേടിയെത്തുന്നുള്ളതാണ് വേറൊരു കാര്യം. പക്ഷെ എങ്ങനെ നോക്കിയാലും നമ്മളിപ്പോൾ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. സല നേടണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിയാം, കഴിഞ്ഞ സീസണിൽ നമുക്ക് വിനീഷ്യസിൻ്റെ പെർഫോമൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഏതാണ്ട് ബാലൻഡിയോർ ഉറപ്പിച്ചതാണ്. പക്ഷേ അവസാന നിമിഷം വോട്ടിങ്ങിൻ്റെ ബേസിലൊക്കെ റോഡ്രി ബാലൻഡിയോർ സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് ബാലൻഡിയോറിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, അൾട്ടിമേറ്റായിട്ട് ഒരു കാര്യം പറയാൻ പറ്റില്ല. ലെറ്റ്സ് സീ ആരാ ജയിക്കുക എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിന്ന് കഴിഞ്ഞ വീഡിയോസൊക്കെ വെച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്ക് വെച്ചാണ് സംസാരിച്ചത്. ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് സംസാരിച്ചത്. നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഡിഫറൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഫുട്ബോൾ കരിയറുകൾ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ നമുക്ക് ഇതുപോലുള്ള ടോപ്പിക്കുകളെ കുറിച്ച് ഇനിയും സംസാരിക്കാം. അപ്പോൾ നിങ്ങളും കുറച്ച് ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച് ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങളുടെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.